ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വഴിയോരങ്ങളിലും പറമ്പുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ എങ്ങനെയാണ് നട്ട് വളർത്തി പരിപാലിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. പലർക്കും ഇതിൻ്റെ പൂക്കൾ ഇഷ്ടമാണെങ്കിലും വീട്ടിൽ കൊണ്ട് നടാറില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ കണ്ടാൽ കമ്മലിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് കമ്മൽ ചെടി എന്ന പേര് വന്നത്. ഇത് ഞാൻ കിഴിക്കുള്ളിലാണ് നടാൻ പോകുന്നത്. അതിനായിട്ടൊരല്പം നെറ്റ്, ഈ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. ഇനി ഞാൻ ഇത് നടാൻ ആവശ്യമായിട്ടുള്ള മണ്ണെടുത്തിട്ടുണ്ട്. കറുത്ത മണ്ണാണ് ഇവിടെ കൂടുതലും, അതുകൊണ്ട് കറുത്ത മണ്ണ് തന്നെ എടുത്തു. ഈ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മണ്ണ് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു പ്ലാന്റാണിത്. ഇതിനെ ഈ നെറ്റിൽ നടുന്നെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ് ആദ്യം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്ന്. കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇനിയും കിഴി കെട്ടാൻ അറിയില്ല എന്നാരും പറയരുത്. മണ്ണിട്ട് കൊടുക്കുക, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ നെറ്റിനെ ഒരു വള്ളി കൊണ്ട് നന്നായിട്ട് കെട്ടണം. അതിന് മുൻപായിട്ട് കൈകൊണ്ട് ഈ ചാണകപ്പൊടിയും മണ്ണും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണം നമ്മളിതിനെ ഒരു കിഴിയുടെ രൂപത്തിൽ കെട്ടിക്കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ നെറ്റിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒരു വള്ളി പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് കിട്ടുന്നത് മാതിരി നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. കിഴി കെട്ടി കമ്മൽ ചെടി അതിൽ നട്ടു കൊടുത്താൽ അത് വീടിൻ്റെ മുറ്റം നിറയെ പടർന്ന് വളരത്തൊന്നുമില്ല. ഈ കിഴിക്കുള്ളിൽ നല്ല ഭംഗിയായിട്ട് വളർന്ന് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കും. വീടിൻ്റെ മുറ്റം മുഴുവൻ ഇത് വളർന്നു വരുമല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഈ കെട്ടിക്കൊണ്ടു വന്ന കിഴിയെ നമുക്ക് ഭരണിയുടെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇതിനെ തിരിച്ചൊന്ന് വെച്ചു കൊടുക്കാം. ഭരണിക്കുള്ളിൽ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കിഴി വളരെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. ഒരു യാത്ര പോയപ്പോൾ വഴിയരികത്ത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നടാമെന്ന് വിചാരിച്ചു. ഇനി ഈ കിഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഹോളിട്ട് കൊടുക്കണം. ഒരു ഈർക്കിൽ കൊണ്ടോ ചെറിയ കമ്പി കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഹോളിടാം. ഞാനിപ്പോൾ ഒരു കത്രികയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഹോളിട്ടതിന് ശേഷം നമുക്ക് ഈ കമ്മൽ ചെടിയുടെ ആ മുകൾ ഭാഗമില്ലേ, ആ ഒരു 2 ഇല വരുന്ന ഭാഗം, അതിൻ്റെ തണ്ടോടെ അതൊന്ന് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഇനി ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. 1 മാസത്തിന് ശേഷമാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു വ്യൂ കാണുന്നത്. ഇപ്പോൾ പ്ലാന്റ് നല്ല തിക്കായിട്ട് വളർന്നു വന്നു, പൂക്കളൊക്കെ ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് ഞാൻ ചാണകവെള്ളം കലക്കിയതാണ് വളമായിട്ട് കൊടുക്കുന്നത്.